നമസ്തേ ലിബറഡിയൻ. നമ്മൾ ഇപ്പോൾ ഓണ സദ്യയൊക്കെ ഉണ്ട്, അങ്ങനെ ഒന്ന് വിശ്രമിച്ചൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു പായസം കുടിക്കണമല്ലോ. നമ്മളിപ്പോഴും ഉണ്ടാക്കാൻ പോകുന്ന പായസം കടലപ്പരിപ്പിൻ്റെ പായസമാണ്. പായസം പല സൈസുണ്ട്. അടപ്രഥമനുണ്ട്, പാലടയുണ്ട്, പഴപ്രഥമനുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്ന് ഓണം പ്രമാണിച്ച് ഓണസദ്യയ്ക്ക് ഒരുക്കുന്നത് കടലപ്പരിപ്പിൻ്റെ പായസമാണ്. ഇത് കടലപ്പരിപ്പിൻ്റെ പായസം ചെയ്യാനായിട്ട് ഞാൻ അജോട് പറയുവാണ്. അജോ പായസം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആദ്യം പരിപ്പ് ബോയിൽ ചെയ്ത പരിപ്പാണ്. ശർക്കര ഇടുക. ഇച്ചിരി നെയ്യൊഴിച്ച് ആ നെയ്യിലും ശർക്കരയിലും കൊണ്ട് നല്ലപോലെ ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും നമ്മുടെ ഈ പായസം റെഡിയാകാൻ. നല്ലപോലെ കുത്തി ഉടച്ച് നെയ്യ് ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നമ്മുടെ പായസത്തിൻ്റെ പരിപ്പ് ശർക്കര എല്ലാം വരട്ടി രണ്ടാം പാല് മിക്സ് ചെയ്ത് അത് തമ്മിൽ യോജിപ്പിച്ചിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇത് കദളിപ്പഴവും ഏലക്കയുടെ പൊടിയാണ് ഇത് അതിൻ്റെ അകത്ത് ചേർത്തിട്ട് അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് പായസം മാത്രമാണ്. നമ്മൾ കടലപ്പരിപ്പും പഴവും കൂടെയുള്ള പായസം കല്യാണ സദ്യക്ക് നമ്മളിവിടെ കൊടുക്കാറുള്ളതാണ്. ഇത് നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന കടലപ്പരിപ്പ് പായസമാണ്. ഒന്നാം പാല് ചേർത്ത് തിളയ്ക്കരുത്, നല്ലപോലെ ഇളക്കിയിട്ട് താഴെ വയ്ക്കുക. ശേഷം അണ്ടിപ്പരിപ്പും നെയ്യും കൂടെ വറുത്ത് അതിൻ്റെ അകത്ത് ചേർക്കുക. നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായ ശേഷം ഈ കിസ്മസ് അണ്ടിപ്പരിപ്പ് എല്ലിടുക. ചൂടായിട്ടുണ്ട്. ബോളിലേക്ക് മാറ്റാം. നമുക്ക് അലങ്കരിക്കുന്നതിനായി മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരിയും പരിപ്പും ചേർക്കും. A special episode from Creative Chef and Team Love Meridian. Onam Samshakar.